ഹലോ, എന്താ അബി? എന്തു പറ്റി? ആ, രാവിലെ നമ്മൾ കണ്ടതല്ലേ? എന്താ സംഭവിച്ചത്? എങ്ങനെ? ഇതിപ്പോ എങ്ങനെയാ പറ്റിയത്? ആണോ? ഹോസ്പിറ്റലിൽ പോയില്ലേ? വലിയ മുറിവാണോ? ഞാൻ വേഗം വരാം. എന്താ ചേച്ചി? അബിയുടെ ബൈക്ക് ആക്സിഡന്റ് ആയി. വീണ് മുറിവെന്തോ പറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ വിളിച്ചു പറയണോ? ഹോസ്പിറ്റലിൽ പോയെന്നാ പറഞ്ഞത്. എന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ഞാൻ വേഗം പോയിട്ട് വരാം. പിന്നെ ഇക്കാര്യം വേറെ ആരോടും ഇപ്പൊ പറയണ്ട. അച്ഛനോടും കൃഷ്ണേട്ടനോടും പോലും. അതെന്താ? വേണ്ടെന്ന് അഭി പറഞ്ഞേ. വെറുതെ എല്ലാരും പേടിപ്പിക്കുന്ന എന്തിനാന്ന് ചോദിച്ചു. ഞാനും വരട്ടെ ചേച്ചിയുടെ കൂടെ? എന്തിന്? അത്രയ്ക്കൊന്നും കാണില്ല. മാത്രമല്ല, ഞാൻ ഒറ്റയ്ക്ക് ചെന്നാ മതിയെന്നാ പറഞ്ഞേ. ഞാൻ പോയിട്ട് വരാം. ആ ശരി, പോയിട്ട് വാ. അഭിയോട് ഞാൻ എപ്പോഴും പറയുന്നതാ ബൈക്ക് ഓടിക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന്. അതെങ്ങനെയാ? സ്വന്തം കാര്യം വരുമ്പോ ഒരു ശ്രദ്ധയില്ലല്ലോ. അതെ, കുറ്റം പറയാനും ഉപദേശിക്കാനുമല്ല തന്നെ കാണണമെന്ന് പറഞ്ഞു. അത് അമ്മയും അച്ഛനും ഇഷ്ടംപോലെ ചെയ്തു കഴിഞ്ഞു. എനിക്ക് പറയാനുള്ളത് വേറെ ചില കാര്യങ്ങളാണ്. കുട്ടികളോട് ഒന്ന് സൂക്ഷിക്കാൻ പറ, പ്രത്യേകിച്ച് അഖിലയോടും അനഘയോടും. എന്താ കാര്യം? അത് കല്യാണമൊക്കെ നിശ്ചയിച്ചു വെച്ചിരിക്കുകയല്ലേ, പുറത്തുള്ള കറക്കമൊക്കെ അധികം വേണ്ടെന്ന് പറ. അഭി എന്താ എങ്ങനെയൊക്കെ പറയുന്നേ? ആക്സിഡന്റ് പറ്റി എന്നൊന്ന് കാണണമെന്ന് പറഞ്ഞിട്ട് ഇതിപ്പോ അനഘയുടെ അഖിലയുടെയും കാര്യം പറയുന്നത് എന്താ? അതൊരു ആക്സിഡന്റ് ആയിരുന്നില്ല. പിന്നെ കലാവതിയും മഹേന്ദ്രനും കൂടി മനഃപൂർവ്വം വണ്ടി ഇടിച്ചിട്ടതാ. അവിടെ താമസിപ്പിച്ചിട്ടുണ്ടല്ലോ ഒരു മഹാൻ. അയാള് കലാവതിയുടെ വീട്ടിൽ പോയി എന്തൊക്കെ ബഹളം ഉണ്ടാക്കി. അതിനുള്ള കലാവതിയുടെ പ്രതികാരം അത്. അവിടെ പോയ കാര്യം എന്നോട് പറഞ്ഞു. വഴക്കായെന്നും വെല്ലുവിളിച്ചെന്നും ഒക്കെ പറഞ്ഞ്. അതിന്റെ ബാക്കിയായി കാണുന്നത്. അച്ഛൻ മകന് വേണ്ടി നല്ലതൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള ഉപകാരങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കുന്നുണ്ട്. അച്ഛനെ കുറ്റം പറയണ്ട അബി. കഴിഞ്ഞ ദിവസത്തെ സംഭവങ്ങളുടെ പേരിലാ അച്ഛൻ കലാവതിയെ കാണാൻ പോയത്. ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ. നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കാൻ പോകേണ്ടത് നിങ്ങളുടെ അച്ഛനല്ലേ, അല്ലാതെ അയാളല്ലോ. പ്ലീസ് അബി, നല്ല ഉദ്ദേശം വെച്ച് ചെയ്തതാവും. അതിനി ആ പാവത്തെ കുറ്റം പറയണ്ട. കൊള്ളാം, ന്യായീകരിച്ചോ, ഇനിയും ന്യായീകരിച്ചോ. അയാൾ എന്തൊക്കെ തോന്നിയവാസം കാണിച്ചാലും ഇങ്ങനെ ന്യായീകരിക്കാൻ നിങ്ങളൊക്കെ ഉണ്ടല്ലോ, ഭാഗ്യം. പിന്നെ ഞാൻ വിളിച്ച കാര്യം സംഭവിച്ചത് എന്താണെന്ന് ആരോടും പറയാൻ നിൽക്കണ്ട. വെറുതെ അവരെ കൂടെ പേടിപ്പിക്കുന്ന എന്തിനാ? പക്ഷെ നമ്മൾ സൂക്ഷിക്കണം. ഒരുമാതിരി ഭ്രാന്ത് പിടിച്ച പോലെ ആ കലാവതിയുടെ പെരുമാറ്റം. ഞാൻ കണ്ടിരുന്നു. മഹേന്ദ്രനുമായുള്ള കല്യാണക്കാര്യം അവർ വീണ്ടും പറഞ്ഞു. ഞാൻ ആരെങ്കിലും കല്യാണം കഴിക്കുകയാണെങ്കിൽ അത് അഭിയായിരിക്കുന്ന തീർത്ത് പറഞ്ഞപ്പോ അവര് വെല്ലുവിളിച്ചിട്ടാ പോയത്. എന്നോടുള്ള ദേഷ്യത്തിനായിരിക്കും അഭിയെ ഉപദ്രവിച്ചത്. ഭ്രാന്ത് വന്നാ പിന്നെ ഇങ്ങനെ ചെയ്യാവുന്നൊന്നുമില്ലല്ലോ. അവരെന്തും ചെയ്യും. എന്തായാലും നമ്മൾ സൂക്ഷിക്കുക എന്നുള്ളതേ ഉള്ളൂ. എന്താ അഭി ഇങ്ങനെ? ഇത്രമാത്രം വൈരാഗ്യം ഉണ്ടാവാൻ ഞാൻ എന്താ ചെയ്തേ? എന്നോടുള്ള വാശിക്ക് ആരാധ്യ ആതിര്യം തട്ടിക്കൊണ്ടുപോയി. ദിവ്യപ്രഭയെ കൊണ്ട് കേസ് കൊടുപ്പിച്ചു. ഇപ്പതേ അഭിയെയും. എല്ലാത്തിനും കാരണം ഞാനാ. എന്നാരും പറഞ്ഞു? കാട്ടാന മതവിളക്കി വരുമ്പോഴത്തേക്ക് സ്വയം പഴിച്ചുകൊണ്ടോ ദൈവത്തിനോട് പ്രാർത്ഥിച്ചുകൊണ്ടോ പ്രത്യേകിച്ച് യാതൊരു കാര്യമില്ല. ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യണം. അതെന്താണെന്ന് എനിക്കറിയാം. തൽക്കാലം ഞാൻ പറഞ്ഞത് താൻ മനസ്സിൽ വെച്ചേക്ക്. ആരോടും പറയാൻ നിൽക്കണ്ട. പക്ഷെ സൂക്ഷിക്കാനുള്ളത് സൂക്ഷിക്കുകയും വേണം. തങ്കർ, ഞാൻ കൊണ്ടുവിടാം. വേണ്ട, അപ്പിക്ക് വയ്യാതിരിക്കല്ലേ.
വേണം. ഇത്രയൊക്കെ ആയിട്ട് എനിക്ക് തന്നെ ഒറ്റയ്ക്ക് വിടാൻ പറ്റില്ല. ഞാൻ കൊണ്ടാകാം. ഫ്ലവേഴ്സ് സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി 9:30 ഫ്ലവേഴ്സിൽ.